നമസ്കാരം. ബിൽഡിംഗ് ഇൻഫോയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 1530 സ്ക്വയർ ഫീറ്റിൽ 2 നിലകളിലായി 3 ബെഡ്റൂം വരുന്ന പ്ലാനും അതിന്റെ 3D എലിവേഷനുമാണ് നോക്കുന്നത്. വീട് ഫേസ് ചെയ്യുന്നത് തെക്ക് ഭാഗത്തേക്കാണ്. ഈ ഒരു ഭാഗത്തൂടെയാണ് വീട്ടിലേക്ക് കയറി വരുന്ന വഴി. ഫ്രണ്ടിലൂടെ നാഷണൽ ഹൈവേ ആണ് കടന്നു പോകുന്നത്. പ്ലാനിന്റെ വീതി 1090 നീളം 1130 ഇനി നമുക്ക് ഈ ഒരു പ്ലാനിന്റെ 3D എലിവേഷൻ, അതായത് എക്സ്റ്റീരിയർ എലിവേഷൻ എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കിയിട്ട് ശേഷം ഹാഫ് 3Dയിൽ ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇതാണ് പ്രൊജക്റ്റിന്റെ എക്സ്റ്റീരിയർ 3D എലിവേഷൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഗ്രേ വൈറ്റ് ആണ് കളർ പാറ്റേൺ വരുന്നത്. റൂഫ് നോക്കുകയാണെങ്കിൽ ഫ്ലാറ്റ് റൂഫും ഗേബിൾ റൂഫും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ഡിസൈൻ പൂർത്തീകരിച്ചിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റോൺ ടെക്സ്ചറും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ബ്രിക്കിന്റെ ടെക്സ്ചറും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വോളിൽ നമ്മൾ ഗ്രൂസ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇത്രയൊക്കെയാണ് ഈ ഒരു പ്രൊജക്റ്റിന്റെ പുറത്തുനിന്നുള്ള ഒരു എക്സ്റ്റീരിയർ എലിവേഷനിൽ കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ഹാഫ് 3Dയിൽ ഫർണിച്ചറൊക്കെ അറേഞ്ച് ചെയ്തതിന് ശേഷം എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം. ഇത് ഫർണിച്ചറൊക്കെ അറേഞ്ച് ചെയ്തതിന് ശേഷമുള്ള വീടിന്റെ ആ ഒരു ടോപ്പിൽ നിന്ന് നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും, ആ ഒരു വ്യൂ ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് വീട്ടിലേക്ക് കയറി വരുന്നത് ഈ ഒരു വഴിയാണ്. ഈ ഒരു ഭാഗം പച്ച കളറ് ഈ ഒരു വീടിന്റെ പറമ്പാണ്. ഈ ഒരു ഭാഗത്ത് കാർ പോർച്ച് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയ ട്രോപ്പിക്കൽ പ്ലാന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് കിടക്കാം. 322 172 സിറ്റ് ഔട്ടിന്റെ സ്പേസ് വരുന്നത്. 2 ചെയറാണ് സിറ്റ് ഔട്ടിൽ കൊടുത്തിട്ടുള്ളത്. 3 പാളി വിൻഡോയാണ് ഈ ഒരു സിറ്റ് ഔട്ടിൽ നിന്ന് ലിവിംഗ് റൂമിലേക്ക് വെളിച്ചത്തിനായിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മെയിൻ ഡോർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ലിവിംഗ് റൂമിലേക്ക് കിടക്കാം. 300 ലിവിംഗ് റൂമിന്റെ സ്പേസ് വരുന്നത്. മെയിൻ ഡോർ തുറന്ന് കയറി വരുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് ഒരു സിംഗിൾ സിറ്റർ സോഫ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു 3 സിറ്റർ സോഫ ഉണ്ട്. കോഫി ടേബിൾ അതുപോലെ തന്നെ TV യൂണിറ്റ് ഈ ഒരു വോളിലായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 3 പാളി വിൻഡോ ഈ ഒരു ഭാഗത്തും 2 പാളി വീതം 2 വിൻഡോ ആണ് ഈ ഒരു വോളിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് കിടക്കാം. ഈ ഒരു ലിവിംഗ് റൂമിൽ നിന്ന് ഈ ഒരു ഭാഗത്തൂടെയാണ് ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് കിടക്കുന്നത്. 330 ഫസ്റ്റ് ബെഡ്റൂമിന്റെ സ്പേസ് വരുന്നത്. കിങ് സൈസ് കോട്ട് കിഴക്ക് ഭാഗത്തേക്കാണ് ഹെഡ് ബോർഡ് വരുന്നത്. റൂമിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബും അതുപോലെ തന്നെ ഡ്രസ്സിംഗ് ടേബിളും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വാർഡ്രോബിന് സ്ലൈഡിംഗ് ഡോർ കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഈ ഒരു റൂമിലേക്കുള്ള വെളിച്ചവും കാറ്റും കിടക്കാനായിട്ട് 3 പാളി വിൻഡോ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്ന ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ടോയ്ലറ്റിന്റെ സ്പേസ് 150 172 ടോയ്ലറ്റിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ഈ ഒരു ഭാഗത്തായിട്ട് ഒരു വാഷ് ബേസിൻ, ഒരു വാഷ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്തായിട്ട് ഒരു സിംഗിൾ പാളി വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി സെക്കൻഡ് ബെഡ്റൂം നോക്കാം. ഈ ഒരു ഭാഗത്ത്, അതായത് ഡൈനിങ്ങിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ സെക്കൻഡ് ബെഡ്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 330 300 തന്നെയാണ് സെക്കൻഡ് ബെഡ്റൂമിന്റെ സ്പേസ്. കോട്ട് ഈ ഒരു ഭാഗത്താണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കിഴക്കോട്ടാണ് ഹെഡ് ബോർഡ് വരുന്നത്. ഈ ഒരു ഭാഗത്ത് വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 വോളുകളിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂമിലേക്കുള്ള വെളിച്ചവും കാറ്റും കിടക്കാനായിട്ട് വിൻഡോസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്ന ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ടോയ്ലറ്റിന്റെ സ്പേസ് 204 118 ഈ ഒരു ഭാഗത്തായിട്ടാണ് വെന്റിലേഷൻ വരുന്നത്. ഇനി നമുക്ക് കിച്ചണിലേക്ക് കിടക്കാം. കിച്ചൺ ഒരു ഓപ്പൺ കിച്ചൺ ആണ് ഈ ഒരു പ്ലാനിൽ വരുന്നത്. കിച്ചന്റെ സ്പേസ് 300 270 യു ഷേപ്പിലാണ് സ്ലാബ് അടിച്ചിട്ടുള്ളത്. ട്രയാങ്കിൾ ഷേപ്പിലാണ് ഈ ഒരു കിച്ചണിൽ വർക്ക് സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു മേളിലായിട്ട് രണ്ട് വോളുകളിലായിട്ട് ക്യാബിൻസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെളിച്ചത്തിനായിട്ട് 2 പാളി വീതം 2 വിൻഡോസ് ആണ് ഈ ഒരു കിച്ചണിലേക്ക് കൊടുത്തിട്ടുള്ളത്. ഇനി വർക്ക് ഏരിയയിലേക്ക് കിടക്കാം. വർക്ക് ഏരിയ 300 191 വരുന്നത്. എൽ ഷേപ്പിലാണ് സ്ലാബ് അടിച്ചിട്ടുള്ളത്. സ്ലാബിന് തൊട്ട് താഴെയായിട്ട് ക്യാബിനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സൈഡിലായിട്ട് മേളിൽ ലോഫ്റ്റ് അല്ലെങ്കിൽ ഡോറ് കൊടുക്കാനായിട്ടുള്ള ക്യാബിൻ കൊടുത്തിട്ടുണ്ട്. 2 പാളി വിൻഡോ ആണ് വെളിച്ചത്തിനായി കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഡോറ് തുറക്കുകയാണെങ്കിൽ കിച്ചന്റെ വീടിന് പുറത്തേക്ക് ഇറങ്ങാം. ഇനി നമുക്ക് ഡൈനിങ്ങിലേക്ക് കിടക്കാം. ഡൈനിങ് 484 442 അത്യാവശ്യം സ്പേസ് ഉള്ളൊരു ഡൈനിങ് ഏരിയ ആണ്. 6 സീറ്റർ ഡൈനിങ് ടേബിൾ ആണ് കൊടുത്തിട്ടുള്ളത്. ഡൈനിങ്ങിൽ നിന്ന് തന്നെയാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറാനുള്ള സ്റ്റെയർ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഡൈനിങ്ങിൽ നിന്നും കുറച്ച് മാറിയിട്ടാണ് ഒരു വാഷ് ഏരിയ വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ചെറിയൊരു കോമൺ ടോയ്ലറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വീതി കുറവുള്ള ഒരു കോമൺ ടോയ്ലറ്റ് ആണ്. 200 100 കോമൺ ടോയ്ലറ്റിന്റെ സ്പേസ് വരുന്നത്. ഈ ഒരു ഭാഗത്തൂടെ വരികയാണെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു സിറ്റ് ഔട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്.
സിറ്റ് ഔട്ടിൻ്റെ സ്പേസ് 372 309 ഒരു ചെയറും ഒരു 2 സീറ്റർ സോഫയും അതുപോലെ തന്നെ ഒരു ഹാങ്ങിങ് ചെയറുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സിറ്റ് ഔട്ടിൻ്റെ വോളിൽ നമ്മൾ സ്റ്റോൺ ടെക്സ്ചർ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ബാംബുവിൻ്റെ പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു റൂമിനെ നമുക്ക് രണ്ടാക്കി വേണമെങ്കിൽ ചെയ്യാം. ഒന്ന് വേണമെങ്കിൽ ഒരു ബെഡ്റൂം കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് ഇതിനൊരു ഫാമിലി ലിവിങ് റൂമായിട്ട് കൊടുക്കാവുന്നതാണ്. ബെഡ്റൂം കൂടുതൽ ആവശ്യമുള്ളവർക്കാണെങ്കിൽ ഇതിനൊരു ബെഡ്റൂമായിട്ട് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ നമുക്കൊരു വ്യൂ നോക്കാം, എങ്ങനെ ഉണ്ടാവുമെന്നൊന്ന് നോക്കി നോക്കാം. ഇങ്ങനെയായിരിക്കും നമ്മൾ പുറമേ നിന്ന് ആ ഒരു സിറ്റ് ഔട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഉണ്ടാവുന്ന ഒരു വ്യൂ. ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നോക്കാം. ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ നോക്കുന്നത്. ഇങ്ങനെയായിരിക്കും വീടിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ. ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിനെ പറ്റി പറയാനുള്ളത്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് നോക്കാം. ഫസ്റ്റ് ഫ്ലോറിൻ്റെ സ്റ്റെയർ വരുന്നത് ഡൈനിങ് എന്ന് തന്നെയാണ്. ഇതാണ് ഫസ്റ്റ് ഫ്ലോർ. ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണുള്ളത്. ഈ ഒരു സ്റ്റെയർ കയറി ഈ ഒരു ഭാഗത്തായിട്ട് ഇവന് വരുന്നത്. രണ്ട് ഭാഗത്തായിട്ടും റെയിൽസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമിലേക്ക് കിടക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ്, പുറത്തേക്ക് കിടക്കുകയാണെങ്കിൽ ഓപ്പൺ ടെറസിലേക്ക് കിടക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡോറ്. ഇത് നമ്മുടെ ബെഡ്റൂമിലേക്ക് കിടക്കാനുള്ള ഡോറ് ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിലെ സെക്കൻഡ് ബെഡ്റൂമിൻ്റെ സെയിം അളവ് തന്നെയാണ് ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമിന് വരുന്നത്. 330 300 തന്നെയാണ് വരുന്നത്. കിങ് സൈസ് കോട്ട്, കിഴക്ക് ഭാഗത്തേക്ക് ഹെഡ് ബോർഡ്, അതുപോലെ തന്നെ വാർഡ്രോബും വിൻഡോസും എല്ലാം നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള പോലെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ടോയ്ലറ്റിൻ്റെ സെയിം അളവ് തന്നെയാണ് ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടുള്ളത്. എല്ലാവർക്കും ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലേക്ക് ഈ ഒരു വീഡിയോ ഉപകരിക്കട്ടെ. ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മുൻപ് ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് എടുത്ത് കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരിലേക്കും എത്തിക്കുക. അപ്പോൾ വ്യത്യസ്തമായ പ്ലാനുകളും 3D എലിവേഷനുകളായിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ഇന്നത്തെ ഈ ഒരു പ്ലാനിൻ്റെ ഫുൾ മെഷർമെൻ്റ് അടങ്ങുന്ന ഒരു ഫോട്ടോ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റ് ഇടുന്നതായിരിക്കും. ആവശ്യമുള്ളവർക്ക് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ഇതാണ് ഇന്നത്തെ പ്രൊജക്റ്റിൻ്റെ ഫുൾ മെഷർമെൻ്റ് അടങ്ങുന്ന പ്ലാനിൻ്റെ ഫോട്ടോ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.